അർജുനനെക്കുറിച്ചും അർജുനന്റെ വീരസാഹസിക കഥകളെക്കുറിച്ചും ഏവർക്കും അറിവുള്ള കാര്യമാണല്ലോ. എന്നാൽ അർജുനന്റെ 4 പത്നിമാരെക്കുറിച്ചും ആ 4 പത്നിമാരിലായി അർജുനന് ജനിച്ച 6 മക്കളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. അർജുനന്റെ ഫാമിലി ട്രീയിലേക്ക്. അർജുനൻ ആദ്യം വിവാഹം ചെയ്തത് ദ്രൗപദിയാണ്. പാഞ്ചാൽ രാജ്യത്തെ ദ്രുപദ മഹാരാജാവിന്റെ മകളും ദൃഷ്ടദ്യുമ്നന്റെ സഹോദരിയുമായിരുന്ന ദ്രൗപദിയാണ്. ദ്രൗപദിയിൽ അർജുനന് 3 മക്കൾ ജനിച്ചു. പ്രഗ്യ, പ്രഗതി എന്നീ 2 പെൺമക്കളും ശ്രുതകർമാവ് എന്ന ഒരു മകനും. പ്രഗ്യ, പ്രഗതി എന്നീ 2 പെൺമക്കളും മികച്ച കലാകാരികളും തികഞ്ഞ പാണ്ഡിത്യമുള്ളവരുമായി വളർന്നു. ശ്രുതകർമാവട്ടെ അർജുനന്റെയും ശ്രീകൃഷ്ണന്റെയും ശിക്ഷണത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ മികച്ച യോദ്ധാവെന്ന് പേരെടുത്തിരുന്നു. ഉപപാണ്ഡവരിലെ 5ാമനായിരുന്നു ശ്രുതകർമാവ്. ആരാണ് ഉപപാണ്ഡവർ? ദ്രൗപദിയിൽ പഞ്ചപാണ്ഡവന്മാരിൽ 5 സഹോദരന്മാർക്കും ഓരോ പുത്രന്മാർ ജനിച്ചു. ഇവരെ എല്ലാവരെയും കൂടി ചേർത്ത് ഉപപാണ്ഡവർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഉപപാണ്ഡവർ 5 പേരും തികഞ്ഞ യോദ്ധാക്കളായിരുന്നെങ്കിലും അവർക്ക് കുരുക്ഷേത്ര യുദ്ധത്തിന് മുൻപ് തങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരം അങ്ങനെ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഉപപാണ്ഡവർ 5 പേരും പങ്കെടുക്കുകയും 100 കണക്കിന് കൗരവ പടയാളികളെ കൊന്നൊടുക്കുകയും ചെയ്തു. എന്നാൽ യുദ്ധത്തിന്റെ 18ാം ദിനം, ആ സമയമായപ്പോഴേക്കും ഏകദേശം പാണ്ഡവർ വിജയമുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. യുദ്ധത്തിന്റെ 18ാം ദിനം രാത്രിയിൽ യുദ്ധധർമ്മങ്ങൾ മറന്ന് അശ്വത്ഥാമാവ് പാണ്ഡവ പാളയം ആക്രമിക്കുകയും അശ്വത്ഥാമാവിന്റെ നാരായണാസ്ത്രത്താൽ ഉപപാണ്ഡവർ 5 പേരും കൊല്ലപ്പെടുകയും ചെയ്തു. ഇതാണ് ശ്രുതകർമാവ് ഉൾപ്പെടെയുള്ള 5 ഉപപാണ്ഡവരുടെ കഥ. അർജുനൻ 2ാമതായി വിവാഹം ചെയ്തത് നാഗരാജകുമാരിയായ ഉലൂപിയാണ്. ആ കഥ ഇങ്ങനെയാണ്. പഞ്ചപാണ്ഡവന്മാർക്കിടയിൽ അലിഖിതമായ ഒരു നിയമമുണ്ടായിരുന്നു. അനുവാദമില്ലാതെ ഒരാളും ദ്രൗപദിയുടെ അന്തഃപുരത്തിൽ കയറാൻ പാടില്ല എന്നുള്ളതായിരുന്നു അത്. എന്നാൽ ഒരിക്കൽ യുധിഷ്ഠിരനെ കാണാൻ വേണ്ടി അർജുനൻ ദ്രൗപദിയുടെ അന്തഃപുരത്തിലെത്തുകയും ആ പ്രതിജ്ഞ ലംഘിക്കപ്പെടുകയും ചെയ്തു. താൻ തെറ്റ് ചെയ്തു എന്ന് തോന്നിയ അർജുനൻ കുറച്ചു നാളത്തെ അജ്ഞാതവാസം സ്വീകരിക്കുകയും അത് തന്റെ ശിക്ഷയായി എടുക്കുകയും ചെയ്തു. അജ്ഞാതവാസ കാലത്ത് അർജുനൻ നിരവധി പുണ്യസ്ഥലങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും സന്ദർശിക്കുകയും സ്വപ്രയത്നത്താൽ നിരവധി ദിവ്യാസ്ത്രങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു. അങ്ങനെയുള്ള യാത്രക്കിടയിൽ ഒരു ദിവസം വനപാതയിലൂടെ അർജുനൻ സഞ്ചരിക്കുമ്പോൾ നാഗരാജകുമാരിയായ ഉലൂബി അർജുനനെ കാണാനിടയായി. അർജുനനെ കണ്ട മാത്രയിൽ തന്നെ അർജുനനിൽ അനുരക്തയായ ഉലൂബി അർജുനനെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ഗംഗാതീരത്ത് വിശ്രമിക്കുകയായിരുന്ന അർജുനനെ ഏതോ ഒരു അജ്ഞാത ശക്തി ഗംഗാനദിക്കുള്ളിലേക്ക് വലിച്ചുകൊണ്ടു പോവുകയും അങ്ങനെ ഗംഗാനദിക്കുള്ളിലെ ഒരു അജ്ഞാത ലോകത്തേക്ക് അർജുനൻ എത്തിപ്പെടുകയും ചെയ്തു. എന്നാൽ പിന്നീടാണ് അർജുനന് മനസ്സിലായത് തന്നെ ഇവിടെ കൊണ്ടുവന്നത് നാഗരാജകുമാരിയായ ഉലൂബിയാണെന്നും താൻ എത്തിച്ചേർന്നിരിക്കുന്നത് നാഗലോകത്താണെന്നും. അങ്ങനെ കുറെ നാൾ അർജുനൻ അവിടെ താമസിക്കുകയും ആ കാലയളവിൽ ഉലൂബി അർജുനനോട് പ്രണയാഭ്യർത്ഥന നടത്തുകയും ചെയ്തു. ഈ കാലയളവിനിടയിൽ തന്നെ ഉലൂബിയുടെ ബുദ്ധിശക്തിയും അമാനുഷിക കഴിവുകളും കണ്ട് മതിപ്പ് തോന്നിയിരുന്ന അർജുനൻ ഉലൂബിയുടെ പ്രണയാഭ്യർത്ഥന സ്വീകരിക്കുകയും അങ്ങനെ നാഗരാജാവായ കൗരവ്യൻ തന്റെ മകളായ ഉലൂബിയെ അർജുനന് വിവാഹം കഴിച്ചു നൽകുകയും ചെയ്തു. ഉലൂബിയിൽ അർജുനന് ഒരു പുത്രൻ ജനിച്ചു. അതാണ് ഇരാവൻ. തനിക്ക് നിർവഹിക്കാൻ നിരവധി കർത്തവ്യങ്ങൾ ബാക്കിയുള്ളതിനാൽ അർജുനന് നാഗലോകം വിട്ട് പോകേണ്ടി വന്നു. അർജുനൻ മടങ്ങാൻ നേരം ഉലൂബി അർജുനന് ഒരു വരം നൽകിയിരുന്നു. ഒരു ജലജീവിക്കും അർജുനനെ വധിക്കാൻ കഴിയില്ലെന്നും ജലത്തിനുള്ളിൽ അർജുനൻ അജയനായിരിക്കുമെന്നുമായിരുന്നു ആ വരം. ഉലൂബിയുടെയും അർജുനന്റെയും മകനായ ഇരാവൻ അർജുനന്റെ കഴിവുകളും ഉലൂബിയുടെ നാഗശക്തിയും മായികശക്തിയും ഒക്കെ ഒത്തുചേർന്ന ഒരു തികഞ്ഞ യോദ്ധാവായിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 8ാം ദിനം തന്റെ പിതാവായ അർജുനനെയും പിതൃ സഹോദരന്മാരെയും സഹായിക്കാനായി ഇരാവൻ യുദ്ധഭൂമിയിലെത്തി. ഇരാവന്റെ മായിക ശക്തിയോടും നാഗാസ്ത്രത്തോടും നാഗശക്തിയോടുമൊന്നും പിടിച്ചു നിൽക്കാൻ കൗരവപ്പടയ്ക്കായില്ല. കൗരവപ്പട പരക്കം പാഞ്ഞു. അങ്ങനെ കർണൻ ദുര്യോധനെ കാണുകയും ഇരാവന്റെ മായിക ശക്തികളോട് പിടിച്ചു നിൽക്കാൻ അതേ കഴിവുള്ള മറ്റൊരാൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ദുര്യോധനൻ തന്റെ സുഹൃത്തും നിരവധി അമാനുഷിക ശക്തികളുള്ള ആളുമായ അലംബുഷാസുരനെ യുദ്ധഭൂമിയിലേക്ക് വരുത്തി. അലംബുഷാസുരനും ഇരാവനും തമ്മിൽ ഒരു കടുത്ത പോരാട്ടം നടന്നു. ഒടുവിൽ
അലംബുഷാസുരന്റെ അമാനുഷിക ശക്തികളോട് പിടിച്ചു നിൽക്കാൻ ഇരാവന് കഴിയാതെ വരികയും ഇരാവൻ അലംബുഷാസുരനാൽ കൊല്ലപ്പെടുകയും ചെയ്തു. അർജുനൻ മൂന്നാമതായി വിവാഹം ചെയ്തത് ചിത്രാംഗതയായിരുന്നു. മണിപുര എന്ന രാജ്യത്തെ ചിത്രവാഹന രാജാവിന്റെ മകളായിരുന്നു ചിത്രാംഗത. ആൺമക്കളില്ലായിരുന്ന ചിത്രവാഹനൻ സ്വന്തം മകളായ ചിത്രാംഗതയെ സകല ആയോധന കലകളും അഭ്യസിപ്പിക്കുകയും തികഞ്ഞ ഒരു യോദ്ധാവാക്കി മാറ്റുകയും ചെയ്തു. രാജതന്ത്രങ്ങളും യുദ്ധതന്ത്രങ്ങളുമെല്ലാം അഭ്യസിച്ച ചിത്രാംഗത ഭരണകാര്യങ്ങളിൽ പിതാവിനെ സഹായിച്ചിരുന്നു. അങ്ങനെ തൻ്റെ അജ്ഞാതവാസത്തിനിടയിൽ മണിപുരയിലെത്തിയ അർജുനൻ ചിത്രാംഗതയെ കാണാനിടയായി. ചിത്രാംഗതയുടെ ആയോധന പാഠവും ഭരണ നൈപുണ്യവും കണ്ട അർജുനന് ചിത്രാംഗതയോട് പ്രണയം തോന്നുകയും ചിത്രാംഗതയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ അർജുനൻ ചിത്രവാഹന മഹാരാജാവിനെ കാണുകയും ചിത്രാംഗതയെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ ചിത്രവാഹന മഹാരാജാവ് ഒരു നിബന്ധന മുന്നോട്ട് വച്ചു. തനിക്ക് ആൺമകളില്ലെന്നും അതിനാൽ ചിത്രാംഗതയ്ക്കുണ്ടാവുന്ന മകനോ മകളോ ആരായാലും തൻ്റെ രാജ്യത്തിൻ്റെ അനന്തരാവകാശിയായിരിക്കുമെന്നും ചിത്രവാഹനൻ അർജുനനെ അറിയിച്ചു. അതിനാൽ തന്നെ ചിത്രാംഗതയ്ക്ക് ഒരിക്കലും രാജ്യം വിട്ട് പുറത്തു പോകാൻ കഴിയില്ലെന്നും ചിത്രവാഹനൻ കൂട്ടിച്ചേർത്തു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ചിത്രാംഗതയ്ക്ക് ഒരു മകൻ ജനിച്ചപ്പോൾ അർജുനൻ തൻ്റെ കർത്തവ്യങ്ങൾ നിറവേറ്റാനായി തിരികെ മണിപുരയിൽ നിന്ന് തിരിക്കുകയും ചെയ്തു. അങ്ങനെ ചിത്രാംഗതയിൽ അർജുനന് ജനിച്ച പുത്രനായിരുന്നു ബബ്രുവാഹനൻ. തികഞ്ഞ യോദ്ധാവായിരുന്ന മാതാവിൻ്റെ ശിക്ഷണത്താൽ ബബ്രുവാഹൻ മികച്ചൊരു യോദ്ധാവായി മാറുകയും പിന്നീട് സ്വപ്രയത്നത്താൽ നിരവധി ദിവ്യാസ്ത്രങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. പാണ്ഡവർ കുരുക്ഷേത്ര യുദ്ധം ജയിക്കുകയും ഹസ്തിനപുരത്തിന്റെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. തുടർന്ന് പാണ്ഡവർ അശ്വമേധയാഗം നടത്താൻ തീരുമാനിച്ചു. അശ്വമേധയാഗത്തിന്റെ ഭാഗമായി ഒരു യാഗാശ്വത്തെ രാജ്യങ്ങളിലൂടെ അയക്കുകയും യാഗാശ്വത്തെ തടയുന്ന രാജ്യത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിരിക്കുകയും ചെയ്യണമായിരുന്നു. യാഗാശ്വത്തെ നയിച്ചത് വില്ലാളി വീരനായ അർജുനൻ തന്നെയായിരുന്നു. അങ്ങനെ യാഗാശ്വം മണിപുരയിലെത്തിയപ്പോൾ ഒരു യോദ്ധാവ് യാഗാശ്വത്തെ തടഞ്ഞു. എന്നാൽ അർജുനൻ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല തൻ്റെ മകനായ ബബ്രുവാഹനാണ് അതെന്ന്. അങ്ങനെ ബബ്രുവാഹനും അർജുനനും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം തന്നെ നടന്നു. ഒടുവിൽ ബബ്രുവാഹന്റെ ദിവ്യാസ്ത്രമേറ്റ് അർജുനൻ മരിച്ചു വീണു. അപ്പോൾ അവിടെ എത്തിയ സ്വന്തം മാതാവായ ചിത്രാംഗതയിൽ നിന്നാണ് ബബ്രുവാഹൻ മനസ്സിലാക്കിയത് താൻ വധിച്ചത് സ്വന്തം പിതാവായ അർജുനനെയാണെന്ന്. അങ്ങനെ യുദ്ധഭൂമി ദുരന്തഭൂമിയായി മാറി. അപ്പോൾ ശ്രീകൃഷ്ണൻ അവിടെ എത്തുകയും ഏവരെയും സമാധാനിപ്പിക്കുകയും ചെയ്തു. അർജുനന്റെ ഈ മരണം വിധിഹിതമാണെന്ന് അവരോട് പറഞ്ഞു. ഒന്നും മനസ്സിലാവാതിരുന്ന അവരോട് ശ്രീകൃഷ്ണൻ ആ കഥ വിവരിച്ചു. ആണും പെണ്ണുമല്ലാത്ത ആളോട് താൻ ആയുധമെടുക്കില്ല എന്ന് ശപഥമെടുത്തിരുന്ന ഭീഷ്മരെ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി വധിച്ചതിനാൽ അർജുനനെ ഭീഷ്മരുടെ മാതാവായ ഗംഗാദേവി ശപിച്ചിരുന്നു. നീ നിന്റെ മകനാൽ കൊല്ലപ്പെടട്ടെ എന്നായിരുന്നു ആ ശാപം. ആ ശാപം ഇവിടെ വിധിഹിതമായി സംഭവിച്ചതാണ് എന്ന് ശ്രീകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. തുടർന്ന് ശ്രീകൃഷ്ണന്റെ അഭ്യർത്ഥനയാൽ അർജുനന്റെ മറ്റൊരു പത്നിയായ നാഗരാജകുമാരിയായ ഉലൂബി അതിവിശേഷപ്പെട്ട അതിദിവ്യമായ നാഗമണിയുമായി അവിടെ എത്തുകയും നാഗമണിയുടെ ദിവ്യശക്തിയാൽ ശ്രീകൃഷ്ണൻ അർജുനനെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു. പുനരുജ്ജീവിക്കപ്പെട്ട അർജുനൻ ആ ധീരയോദ്ധാവ് തൻ്റെ മകനായ ബബ്രുവാഹനാണെന്നുള്ള തിരിച്ചറിവിൽ അതിയായി സന്തോഷിച്ചു. പിന്നീട് ബബ്രുവാഹനെ മണിപുരയുടെ ഭരണാധികാരിയായി അവരോധിച്ച ശേഷം അർജുനൻ പത്നിമാരായ ഉലൂബിയെയും ചിത്രാംഗതയും കൂട്ടി തിരികെ ഹസ്തിനപുരത്തേക്ക് മടങ്ങുകയും ചെയ്തു. ഇതാണ് കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ജീവിച്ചിരുന്ന അർജുനന്റെ ഒരേയൊരു മകനായ ബബ്രുവാഹന്റെ കഥ. അർജുനൻ നാലാമതായി വിവാഹം ചെയ്തത് ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും സഹോദരിയായ സുഭദ്രയാണ്. ആ കഥ ഇങ്ങനെയാണ്. തൻ്റെ അജ്ഞാതവാസത്തിനിടയിൽ അർജുനൻ കുറച്ചുനാൾ ദ്വാരകയിലെത്തി ശ്രീകൃഷ്ണനൊപ്പം താമസിച്ചിരുന്നു. ഈ കാലയളവിനിടയിൽ ശ്രീകൃഷ്ണന്റെ സഹോദരിയായ സുഭദ്രയും അർജുനനുമായി കടുത്ത പ്രണയത്തിലാവുകയും അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ സുഭദ്രയെ ദുര്യോധനന് വിവാഹം കഴിപ്പിച്ച് നൽകാൻ തീരുമാനിച്ചിരുന്ന ബലരാമൻ ഇതിനെ ശക്തമായി എതിർത്തു. തുടർന്ന് ശ്രീകൃഷ്ണന്റെ സമ്മതപ്രകാരം അർജുനൻ സുഭദ്രയെ തട്ടിക്കൊണ്ടുപോവുകയും ഗന്ധർവ വിവാഹം കഴിക്കുകയും ചെയ്തു. പിന്നീട് തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ ബലരാമൻ ഇരുവരെയും സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ സുഭദ്രയിൽ അർജുനന് ജനിച്ച മകനാണ് ചന്ദ്രദേവന്റെ അംശാവതാരമായ അഭിമന്യു.
തീരെ യോദ്ധാവായ അഭിമന്യുവിൻ്റെ ജനനകഥയും അഭിമന്യു പിന്നീട് ബലരാമന്റെ മകളായ വത്സലയെ ഘടോത്കചന്റെ സഹായത്തോടു കൂടി വിവാഹം ചെയ്തതും പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്തതും ചതിയുടെ ചക്രവ്യൂഹത്താൽ കൊല്ലപ്പെട്ടതും പിന്നീട് പുനർജന്മമെടുത്ത് വജ്രനാഭനായി മാറിയതുമെല്ലാം നമ്മൾ മുൻ കഥകളിൽ കണ്ടതാണല്ലോ. ഇതാണ് 4 പത്നിമാരും 6 മക്കളും അടങ്ങുന്ന ബില്ലാളി വീരനായ അർജുനന്റെ ഫാമിലി ട്രീ. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി. അച്ഛൻ പറഞ്ഞ കഥകളുടെ 31ാം ഭാഗത്തിൽ കാണാം. താങ്ക് യു.